ചതയ നക്ഷത്രക്കാർക്ക് 2025 ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സപ്പറേഷൻ ഉണ്ടായിരുന്നു, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, കരിയറിൽ ഡയറക്ഷൻ അൺക്ലിയർ ആയിരുന്നു, മെൻ്റൽ പ്രഷർ ഉണ്ടായിരുന്നു, ലോൺലിനെസ് ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതം ഞാൻ തന്നെ ശരിയാക്കണം എന്നൊരു റിയലൈസേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നു. 2025 അവസാനത്തോടെ ഇനി ഞാൻ ആരെയും ബ്ലൈൻഡ്ലി വിശ്വസിക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ചതയ നക്ഷത്രക്കാർക്ക് 2026 ഒരു റീബർത്ത് ഇയറാണ്. ഒരു സ്ലോ സ്റ്റാർട്ടാണ്, പക്ഷേ പവർഫുൾ ഫിനിഷ് ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുക. 2026 ജനുവരിയിൽ മെൻ്റൽ എക്സോഷൻ എന്തായാലും ഉണ്ടാവും. ഓൾഡ് ഇഷ്യൂ എന്തായാലും വീണ്ടും റീവിസിറ്റ് ചെയ്യും. കരിയറിൽ പ്രഷർ എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ എന്തായാലും കോൾഡ്നെസ് ഉണ്ടാവും. ഒരു അഡ്വൈസ് തരികയാണെങ്കിൽ സൈലൻസ് ആണ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ. ഫെബ്രുവരിയിൽ ക്ലാരിറ്റി എന്തായാലും ഒരു സ്റ്റാർട്ടാവും. പുതിയ പ്ലാൻ ഐഡിയാസ് എന്തായാലും ഉണ്ടാവും. ജോബ് ചേഞ്ച് ഒരു തോട്ട് എന്തായാലും ഉണ്ടാവും. ഞാൻ മാറണോ മാറണ്ടേ എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ ഇമോഷണലി പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിട്ടു പോകുന്നതായിരിക്കും നല്ലത്. ഇമോഷൻസിൽ കുറച്ച് ഹോപ്പ് എന്തായാലും തിരിച്ചു കിട്ടിയ ഒരു മാസമായിരിക്കും ഫെബ്രുവരി. മാർച്ച് മാസത്തിലൊരു ഡിസിഷൻ മന്താണ്. റിലേഷൻഷിപ്പിൽ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് നിങ്ങൾ എന്തായാലും എക്സിറ്റ്